അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? നല്ല അടിപൊളി ക്യാപ്സിക്കം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ക്യാപ്സിക്കം വെച്ചിട്ട് ഒരു ചെറിയൊരു പരീക്ഷണമാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അതായത് ക്യാപ്സിക്കം തോരൻ. സാധാരണ നമ്മളിത് മറ്റേ ചൈനീസ് ഡിഷ് നമ്മളത് കേരള സ്റ്റൈലിലേക്ക് പക്ക കേരള സ്റ്റൈലിലാക്കാൻ പോണ്. അപ്പൊ ക്യാപ്സിക്കം തോരൻ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോഴേ നമ്മള് ക്യാപ്സിക്കം ഉണ്ടല്ലോ ചെറിയ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ കൂടാതെ നമ്മുടെ ഒരു അരമുറി സവാള. അപ്പൊ നമ്മൾ ഈ ക്യാപ്സിക്കത്തിന്റെ കുരു എല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഇതിന്റെ എന്താ പറയുക അതിനകത്ത് കംപ്ലീറ്റ് കുരു എടുത്ത് കളഞ്ഞിട്ട് എടുത്തത്. ഇത് അരിയുമ്പോഴത്തേക്ക് നല്ല എരിവിന്റെ മണമൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ വലിയ എരിവൊന്നും ഇല്ല സംഭവത്തിന്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മള് ചീനച്ചട്ടിക്കകത്താണ് നമ്മുടെ പരിപാടി. അപ്പൊ ചട്ടി നമ്മള് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. സ്വല്പം വെള്ളം കൊണ്ട് അത് കളഞ്ഞൊക്കെ നമുക്ക് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഏത് എണ്ണ വേണേലും ഒഴിക്കാം. നമ്മളിപ്പോ അത് ഒരു കേരള സ്റ്റൈലിലേക്ക് ആക്കിയേക്കാന്ന് കൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അല്ലാത്ത കുക്കിംഗ് ഓയിൽ ആയാലും മതി. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഏത് പരിപാടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കടുകിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്നാ ചൂടാകാൻ എന്താ ഇത്ര താമസം? പക്ഷെ ഭയങ്കര അതൊരു കാര്യം. തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കും എണ്ണയ്ക്കൊക്കെ ചൂടാകാൻ വലിയ മടി. കടുകൊന്ന് പൊട്ടണം. പൊട്ടതിന് ശേഷം ബാക്കി സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്കേ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഈ നമ്മൾ വേറെ മുളകൊന്നും ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിതങ്ങ് മുറിച്ചിട്ടിടുന്നത്. ചെറിയ എരിയുണ്ട്. ഈ മുളകിന് അത്യാവശ്യം എരിയുള്ള മുളകാണ്. ചെറിയ മുളകാണ്, പക്ഷെ അത് നല്ല എരിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നല്ല സൗണ്ട്. ചെറിയ ഫ്ലെയിമിൽ വേവിക്കുന്നത്. പിന്നെ ഈ ക്യാപ്സിക്കത്തിന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് കാരണം വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ നമ്മളത് ആവിയിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനകത്ത് ഒരു ഉപ്പിടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ക്വാണ്ടിറ്റി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കൂടുതൽ കാണുമ്പോൾ കൂടുതൽ ഉപ്പ് എടുത്തിട്ട് അതെ ക്വാണ്ടിറ്റി കുറയും. ഇതിനകത്തൊന്നും വെള്ളം അല്ലെങ്കിൽ ആകും. അപ്പം പിന്നെ ശകലം കുറവായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് ചെറുതായിട്ട് വേവിച്ചിട്ട് പിന്നെ നമുക്ക് ഉപ്പിടുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവിക്കും. അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ സാധനം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കഷ്ണം വെളുത്തുള്ളി, ചെറിയൊരു വെളുത്തുള്ളി കഷ്ണം, ഇച്ചിരി തേങ്ങാപ്പീര, ഒരു നുള്ളു മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ ഒരുമിച്ചിട്ടങ്ങ് ഇളക്കണം. ഇനിയിപ്പോൾ ഇതൊരു ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. എല്ലാം സെറ്റാവും. ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊരു കൂമ്പാരം കൂട്ടി അല്ലേ ഒന്ന് ആവി ഒന്ന് കയറി ഇറങ്ങുക. നമ്മുടെ സാധനം സെറ്റ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൂട്ടാനുമാവും. ഒരു വെറൈറ്റി പരീക്ഷണം. അപ്പോൾ അവനവിടെ നിന്ന് 2 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റിന് ശേഷം തുറന്ന് സംഭവം റെഡിയായിട്ടുണ്ട്. സംഭവം സെറ്റായി. അടിപൊളി. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മളെ വെളുത്തുള്ളിയുടെ അധികം രുചിയൊന്നും ഇറങ്ങത്തില്ല. കാരണം നമ്മൾ മുഴുവൻ വെളുത്തുള്ളി ആയിട്ടിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റിലല്ലേ ചേർത്തേക്കുന്നത്. അപ്പൊ അതിന്റെ അധികം രുചി ഇറങ്ങത്തില്ല, എന്നാൽ ചെറിയൊരു രുചിയും വരും. അപ്പൊ അടിപൊളി സാധനം. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം സംഭവം എത്രമാത്രം സെറ്റായിരുന്നു. ഇപ്പൊ നമ്മുടെ ക്യാപ്സിക്കം തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സംഭവം അടിപൊളിയായിരുന്നു. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. വളരെ വേഗം ഉണ്ടാക്കാനും പറ്റും. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കാനും പറ്റും. ഒരു വെറൈറ്റി ടേസ്റ്റും ആകും. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോറിന്റെ കൂടെ കഴിക്കാം.
സംഭവം ടേസ്റ്റ് ഉണ്ട്. സംഭവം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ സ്വല്പം ഉപ്പൂടെ വേണമായിരുന്നു. ഒരു നമ്മൾ ഉപ്പ് കൂടെ വേണമെങ്കിൽ. എരിവൊക്കെ നല്ല കറക്റ്റാണ്, ടേസ്റ്റും ഉണ്ട് സംഭവം, പക്ഷെ ഒരു ശകല ഉപ്പിന്റെ. പിന്നെ നമ്മള് ഈ ക്യാപ്സിക്കത്തിന്റെ അതൊരു വെള്ളത്തിന്റെ ഒരു ഇതില്ല, അപ്പൊ കടിക്കുമ്പോ ഇങ്ങനെ ഒരു ഒരു ഇതുണ്ട്, ഫീൽ. പക്ഷെ രസമുണ്ട് സംഭവം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് അത് തന്നെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നാലും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ സംഭവം കൊള്ളാടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഒരു ഉപ്പിന്റെ ഒരു ചെറിയൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. ഒരു സ്വല്പം ഉപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആവും. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ സബ്സ്ക്രൈബും മറ്റുള്ള കലാപരിപാടിയൊക്കെ എല്ലാം ചെയ്ത് റെഡിയാക്കി എടുത്തു. എല്ലാവർക്കും അറിയാമല്ലോ. അത് തന്നെ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ കാണാം നമുക്ക്. അടിപൊളി ക്യാപ്സിക്കം തോരൻ. ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless.